മൊട്ട നവാസ് കേരളം കണ്ട ഏറ്റവും ക്രൂരനായ സീരിയൽ കൊലയാളി. കൊല്ലം ജില്ലയെ ഒരു കാലത്ത് ഭീതിമുനയിൽ നിർത്തിയ അതിക്രൂരനായ സീരിയൽ കില്ലർ. 90കളുടെ അവസാനമാണ് അയാൾ തൻ്റെ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിടുന്നത്. വർഷങ്ങളുടെ ഇടവേളയിൽ 7 പേരെയാണ് തൻ്റെ പൈശാചിക രീതിയിൽ കൊന്നൊടുക്കിയത്. കല്ലുകൊണ്ട് ഇരകളുടെ തലയോട്ടി തകർക്കുന്നതായിരുന്നു അയാളുടെ ലഹരി. 65 വയസ്സുകാരനായ രാജശേഖരനായിരുന്നു മൊട്ട നവാസിൻ്റെ ആദ്യത്തെ ഇര. ആ രാത്രി കൊല്ലം ജില്ലയിലെ ഒരു യുവാവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയരികിൽ ഒരാൾ കിടക്കുന്നത് കണ്ടു. എന്നാൽ മദ്യപിച്ചു ബോധമില്ലാതെ കിടക്കുന്നതാവുമെന്ന് കരുതി അയാൾ മുന്നോട്ട് നടന്നു. പക്ഷേ ആ കിടത്തത്തിൽ പന്തികേട് തോന്നിയ യുവാവ് അടുത്തേക്ക് ചെന്നു. അടുത്തത്തെ യുവാവ് കണ്ടത് തലയോട്ടി തകർന്ന് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വൃദ്ധനെയായിരുന്നു. അലറി വിളിച്ചുകൊണ്ട് അയാൾ നിലത്തേക്ക് വീണു. ചെറിയ പ്രായത്തിൽ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്ന മൊട്ട നവാസ് രാത്രി 8 മണിക്ക് കിടന്നുറങ്ങും. ശേഷം അർദ്ധരാത്രി ഉറക്കത്തിൽ നിന്നും എണീറ്റ് തൻ്റെ ഇരകളെ തേടി നഗരത്തിലേക്ക് ഇറങ്ങും. വഴിയോരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരായിരുന്നു അയാളുടെ ക്രൂരഹത്യക്ക് ഇരയായവർ. വസ്ത്രങ്ങളില്ലാതെ തലയോട്ട് ചിന്നിച്ചിതറി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രീതിയായിരുന്നു എല്ലാ മൃതദേഹങ്ങളും. മൊട്ട നവാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും 2019 തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി അയാളെ കോടതി വെറുതെ വിട്ടു. അന്ന് അപ്രത്യക്ഷനായ മൊട്ട നവാസിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ഒരുപക്ഷെ നമുക്കിടയിൽ തന്നെ അയാൾ മറഞ്ഞിരിക്കുന്നുണ്ടാവും.